ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ പോകുന്നത് കാഞ്ഞിരപ്പള്ളി വരെ പോവാണ്. നമ്മളൊരു കസിൻ്റെ കല്യാണം അടുത്ത ആഴ്ച. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളിക്ക് പോവാണ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ. നമ്മളിപ്പോൾ വിഴിക്കത്തോട് കുരിശുമല എത്താറായി. ചേനപ്പാടിലോട്ട് തോംസൺ ബസ്സാണ് ഈ വരുന്നത്. ഇതാണ് നമ്മുടെ വിഴിക്കത്തോട് കുരിശുമല. നിരവധി അയ്യപ്പന്മാർ ഇതുവഴി ഇതിനുവേണ്ടി കൊടുക്കുന്ന റോഡാണിത്. പരുമല എന്ന സ്ഥലത്ത് നമുക്ക് ഒരു വലിയ അന്നദാന മണ്ഡപമുണ്ട്. അത് എല്ലാ മണ്ഡലകാലത്തും നമ്മുടെ അയ്യപ്പന്മാർക്ക് അന്നദാനം 24 മണിക്കൂറും ഇത് തുറന്ന് പ്രവർത്തിക്കും. ഇവിടെ അയ്യപ്പന്മാരെല്ലാം ഇവിടെ കഴിച്ചിട്ടാണ് നടക്കുന്നത്. ഒരുപാട് പേരുണ്ട്. നമ്മുടെ പരുന്തുമലയിൽ ഒരു വർഷങ്ങളായിട്ടുള്ളൊരു വഴി അമ്പലമാണിത്. എനിക്ക് പെട്രോൾ കുറവാണ്. അപ്പോൾ നമുക്കവിടെ പെട്രോൾ അടിക്കണം. ഇതാണ് അഞ്ചടിപ്പ. മിക്ക വാഹനങ്ങളും വഴിയാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ ഉദയം എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത് ഉദയം എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് ബോർഡ് ഉദയം എന്ന് പറയുന്ന വലിയ ബോർഡ് വന്നു. ഇതാണ് മണ്ണാറക്കൈ. ഇപ്പൊ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാഞ്ഞിരപ്പള്ളി പണിയുള്ള റോഡൊക്കെ അതിൻ്റെ ഓട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി ഭാഗം ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച കൊണ്ട് ഭയങ്കര ബ്ലോക്കുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ട് പോകുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബൈപ്പാസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ബ്ലോക്ക് മാറുള്ളൂ. അമ്പലക്കാട് വരെ പോകും. അപ്പോൾ അവിടെ ഒരു വർക്ക് നോക്കാനായിട്ടുണ്ട്. അവിടെ അമ്പലക്കാട് റോഡാണ്. കടാപ്പുഴ ഹോസ്പിറ്റൽ തിരുമേനൊക്കെ കാണുന്നതൊരു കൊട്ടാരം പോലത്തെ വീടുണ്ട് അവിടെ. പഴയ വീട്ടിൽ നമ്മൾ മൺചിപ്പായിട്ടൊക്കെ കാണുന്നത് നമ്മൾക്ക് കൊട്ടാരം പോലത്തെ ഒരു വീടാണ്. കടാപ്പുഴ പാലം. അപ്പോൾ വർക്ക് നോക്കാൻ നമ്മളിവിടെ എത്തി. അവരോട് സംസാരിച്ചു. അവിടെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പം 27-ാം തീയതി നമുക്ക് വർക്ക് നോക്കാനായിട്ട് പോകണം. ഇതിൽ ഷോർട്ട് കട്ട് കയറി നമുക്ക് പുൽപ്പയുടെ അവിടെ ഇറങ്ങാം. ഏതെങ്കിലും പടത്തിന് ഷൂട്ടിങ് അവിടെ പാപ്പൻ്റെയും പിന്നെ കടലുണ്ട്. വർത്താനമൊക്കെ പറഞ്ഞു വരും. ആ കാഞ്ഞിരപ്പള്ളിയുടെ തിരക്കിനിടയിൽ നിന്ന് ഇങ്ങോട്ട് മാറി. എന്തൊക്കെ വഴിയാണോ ഷോർട്ട് കട്ടാ. ഇത് പുത്തനങ്ങാടി ഇങ്ങോട്ട് കയറുന്ന വഴി. ഇത് നേരെ പുൽപ്പയുടെ പുറകിലോട്ട് ചെന്നു. പുഷ് ഇഷ്ടം പോലെ കളക്ഷൻ. പറഞ്ഞോ? ഓടിക്കാൻ പറ്റില്ല, അവർ തരില്ല. വീട്ടിലൊരു ജീപ്പില്ലേ? ഇവിടിട്ട് ഓടിക്കാൻ തരത്തില്ല. ആ കൊച്ചിനെ വീട്ടിലില്ല. ഗേറ്റ് ചെയ്തതാ. തൊട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇഷ്ടം പോലെ പല വെറൈറ്റിയിലുള്ള തൊട്ടി. ഞാൻ വന്നൊരു പിടുത്തം പിടിച്ചതായിരുന്നു. പൈസ ഇല്ല എന്നെ. അത് കഴിഞ്ഞ് പിന്നെ ബർത്ത്ഡേക്ക് അളിയനും പെങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ജീപ്പ് നിങ്ങൾ കണ്ടിട്ടില്ല. ഈ മോഡൽ റെഡ് കളർ
പയ്യെ പയ്യെ മുമ്പോട്ട് കയറ്റിയിടും. ആ മതി. ഇനി ഇറങ്ങിക്കും. അമ്മമാർക്ക് എൻ്റെ പരിപാടിയെല്ലാം അറിയാവുന്ന. ഇങ്ങോട്ട് നോക്കി. ഉടുപ്പും പാൻറ്റും ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഓക്കെ. ഇതെന്നാ സ്റ്റഡി ടേബിളാണോ അതോ? ആണല്ലേ. ഇതെന്നാ വില വരുന്ന? അത്രയും വരുമോ അല്ലേ? എന്നാ ഓക്കെ, ശരി. വാ. അപ്പോൾ ആ പൈസ കിട്ടുമ്പോൾ ആ ടേബിൾ മേടിച്ചു തരാം. ആ പോരെ, നമുക്ക് അച്ചയെ കൊണ്ട് മേടിപ്പിക്കാം. എന്നാ ആയിക്കോട്ടെ, ഓക്കെ. അപ്പോൾ ഞങ്ങൾ ബേബി ഹഗ്ഗിൽ നിന്ന് ഇറങ്ങി. ബേബി ഹഗ്. കുഞ്ഞാപ്പൂന് ഇതാ ഡ്രസ്സ് എടുത്ത് പിടിച്ചോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പരാഗിലാണ്. ഇവിടെ ധാവണി എടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ ഈ സംഭവം ഒന്നും കഴുകാൻ പറ്റത്തില്ല. ഇപ്പോൾ ധാവണി ടൈപ്പ് വരുന്നൊന്നും കഴുകാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നു. ഉടുത്തിട്ട് കളയാം. ഞങ്ങൾ തുണി എടുത്തിട്ടുണ്ട്. ധാവണി ആരും എടുത്തു തരാനൊന്നുമില്ല. അതാ ഇവിടുത്തെ ഒരു പോരായ്മ. എല്ലാം ഹിന്ദിക്കാരാ അല്ലേ, എടുത്തു തരാൻ ആരുമില്ല. അത് സ്റ്റെപ്സി വന്ന് കയറിയ കുഞ്ഞാപ്പൂവിനൊരു ഷൂ വേണമെന്ന് പറഞ്ഞു. അല്ലേ കുഞ്ഞാപ്പൂ, എങ്ങനത്തെ ഷൂവാണ് വേണ്ടേ? വെട്ടം കത്തുന്ന വിടില്ല പോകണ്ട. അത് ഇപ്പോൾ അവൻ്റെ അളവിനുള്ളത് നോക്കാൻ പോയി. ഒട്ടിക്കുന്ന ടൈപ്പ് കെട്ടുള്ളതാണ് അവന് ഭയങ്കര പാടാണ്. വെട്ടമുള്ളത് ഇന്നാൾ മേടിച്ചത് നശിപ്പിച്ച് കളഞ്ഞ. അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിലെല്ലാം നിരക്കവും കഴിഞ്ഞ് ഞങ്ങൾ മണ്ണാറക്കത്ത് ഹോട്ടലിലാണ്. മടുത്ത് വെച്ച് 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു കഴിക്കാൻ. മടുത്ത് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ മടുപ്പായിപ്പോയി. ഒന്നാമതേ കാഞ്ഞിരപ്പള്ളി ഫുള്ള് ബ്ലോക്ക് അല്ലേ. ഒരാളിവിടെ ടച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നോട് പിണങ്ങിയെന്നാണ്. അത് ടച്ച് അടിച്ചു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞാപ്പൂന് ബിരിയാണി ഇല്ല. എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സ് എടുത്ത്, എനിക്ക് മാത്രം എടുത്തിട്ടില്ല. വിശന്ന് ഞങ്ങളങ്ങ് വല്ലാതായി. അതുകൊണ്ട് കഴിക്കുക, മടുത്തു. അയ്യോ മഴ അതിൻ്റെ ഇടയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് ടച്ചെന്ന് പറയുന്നുണ്ട്. കുഞ്ഞാപ്പൂ ബിരിയാണി എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഇതേ അശ്വതി ഇതേ വാതിൽ തുറന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറുക. സാധനമെല്ലാം എടുത്ത് വെക്കുന്നു.